സാബു എം ജേക്കബിനെ സംബന്ധിച്ചിട്ട് ഇനി ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. ഒരു MLA പോലും ഇല്ലാതെ 2 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു പോകുന്ന സമയത്ത് ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ കൂടി MLA ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രീതിയിൽ 2020 നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാകും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കേരള കോൺഗ്രസ് എമ്മിന് പകരമായിട്ട് ഒരു വോട്ട് ബാങ്ക് ഉള്ള ഒരു പാർട്ടി വേണം എന്നുണ്ടെങ്കിൽ അത് 2020 ആണോ? 2020 കേരള കോൺഗ്രസ് എമ്മിന് അത്ര വോട്ട് ബാങ്ക് ഉണ്ട് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വന്നതിനർത്ഥം. പക്ഷേ ഈ പോയിന്റുകളിലെ സ്വാധീനം UDF ആവശ്യമുണ്ടോ എന്നുകൂടി പരിഗണിക്കേണ്ടി വരും. ഈ പറഞ്ഞ 4 നിയോജക മണ്ഡലങ്ങളിലെ സീറ്റുകൾ UDF 2020 വിട്ടുകൊടുക്കുമോ? വളരെ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക സഹായം കൂടി UDF കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോഴും സാബു എം ജേക്കബ് എന്ന ബിസിനസ്സുകാരന് BJPയുടെ ഭാഗത്ത് ഭീഷണി ഉണ്ടാവും. സാബു എം ജേക്കബിന്റെ തീരുമാനത്തിനൊപ്പം 2020 പ്രവർത്തകർ നിൽക്കുമോ എന്നൊരു ചോദ്യവും കൂടി അവശേഷിക്കുന്നുണ്ട് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമസ്കാരം. 2020 രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതാവുകയാണ്. ഇനി ഏത് മുന്നണിയിലേക്കായിരിക്കും? UDFിലേക്കാണോ BJPയിലേക്കാണോ? 2020 രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതാകുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 2020 പ്രകടനം വളരെ മോശപ്പെട്ടതായിരുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം കുന്നത്താട് കിഴക്കമ്പലം പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിനും CPM ഒക്കെ സീറ്റ് ലഭിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ 2020 സംബന്ധിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് സാബു എം ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തി അയാൾ അധ്വാനിച്ച് അയാളുടെ വിയർപ്പ് കൊണ്ടുണ്ടാക്കുന്ന പൈസ നാട്ടുകാർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹം ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ കാണിച്ച് ആ സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്ന ആളുകളെ ആകർഷിച്ച്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഔദാര്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പാർട്ടി ആവശ്യമാണ് എന്നുള്ള രീതിയിലാണ് 2020 എന്ന പാർട്ടി പ്രവർത്തിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. 2020 എവിടെയെങ്കിലും ഒരു പാർട്ടിയായിട്ട് രൂപീകരിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ സൂപ്പർ മാർക്കറ്റ് കൊണ്ടുവരും എന്നൊക്കെയുള്ള ഒരു പ്രഖ്യാപനമൊക്കെ ശ്രീ സാബു എം ജേക്കബിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാബു എം ജേക്കബിനെ സംബന്ധിച്ചിട്ട് ഇനി ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. കാരണം 2020 സംബന്ധിച്ചിട്ട് ഒരു വോട്ട് ബാങ്ക് കൈവശമുണ്ട്. അത് കൃത്യമായിട്ട് അവരുടെ കൈവശം ഇരിക്കുന്ന ഒരു വോട്ട് ബാങ്കാണ്. ഈ വോട്ട് ബാങ്ക് വെച്ചുകൊണ്ട് ഇവർക്ക് കാര്യമില്ല. ഇവർക്ക് ഏതെങ്കിലും ഒരു MLA ഉണ്ടാവണം. ഇനി ഒരു MLA പോലും ഇല്ലാതെ 2 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു പോകുന്ന സമയത്ത് ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ കൂടി MLA ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രീതിയിൽ 2020 നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാകും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എനിക്ക് നേരിട്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2020 പല പ്രവർത്തകർക്കും BJP പക്ഷ നിലപാടുകളുണ്ടായിരുന്നു. BJPയുമായിട്ട് സഹകരിക്കണം, BJPയുമായിട്ട് പോകണം, BJPക്ക് ഒരു അവസരം കൊടുക്കണം എന്നൊക്കെയുള്ള മനോഭാവമുള്ള ആളുകളൊക്കെ ഈ 2020 പാർട്ടിയുടെ തലപ്പത്തുണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ തന്നെയും ഈ 2020 എന്ന പാർട്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് അഴിമതിക്കെതിരെ എന്ന ആഹ്വാനവുമായിട്ടാണ്. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ പോരാട്ടം നടത്തുന്ന ഒരു വലിയൊരു മുന്നേറ്റമാണ് 2020 എന്നുള്ള രീതിയിലാണ് ആ പ്രസ്ഥാനം രൂപീകരിച്ചത്. അങ്ങനെ രൂപീകരിച്ചൊരു പ്രസ്ഥാനം BJPയുടെ കൂടെ ചേരുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ പൊതുസമൂഹത്തിനിടയിൽ വിശദീകരിക്കാനായിട്ട് 2020 നേതാക്കന്മാർ പണിപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൂടാതെ തന്നെ UDF സംബന്ധിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് 6 മാസം മുമ്പ് AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ KC വേണുഗോപാലുമായിട്ട് പ്രാഥമിക ചർച്ചകൾ UDFുമായി അലയൻസ് ഉണ്ടാക്കുന്നത് സംബന്ധിച്ച് ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയിലാണ് ചില ആളുകൾ കേരള കോൺഗ്രസ് എമ്മിന്റെ എൻട്രിയെ കുറിച്ച് ചില തെറ്റായ ധാരണകൾ UDF നേതാക്കന്മാർക്കിടയിൽ പ്രചരിപ്പിച്ചത്. അപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് അവരവരുടെ നിലപാട് പ്രഖ്യാപിച്ചു. ഒരു കാരണവശാലും തങ്ങൾ LDF വിട്ട് UDFിലേക്കില്ല എന്ന പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. ഇനി UDF സംബന്ധിച്ചിട്ട് കേരള കോൺഗ്രസ് എമ്മിന് പകരമായിട്ട് ഒരു വോട്ട് ബാങ്ക് ഉള്ള ഒരു പാർട്ടി വേണം എന്നുണ്ടെങ്കിൽ അത് 2020 ആണോ? 2020 കേരള കോൺഗ്രസ് എമ്മിൻ്റെ അത്ര വോട്ട് ബാങ്ക് ഉണ്ട് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വന്നതിനർത്ഥം. പക്ഷെ അവരെ സംബന്ധിച്ചിട്ട് എറണാകുളം ജില്ലയിൽ അവർക്ക് കൃത്യമായ ചില പോയിന്റുകളിൽ സ്വാധീനമുണ്ട്. പക്ഷേ ഈ പോയിന്റുകളിലെ സ്വാധീനം UDF ആവശ്യമുണ്ടോ എന്നുകൂടി പരിഗണിക്കേണ്ടി വരും. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കുന്ന സമയത്ത് വൈപ്പിനിൽ ദീപക് ജോയ് പരാജയപ്പെടാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 സ്ഥാനാർത്ഥിയാണ്. കൊച്ചിയിൽ ടോണി ചമ്മണി പരാജയപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2020 സ്ഥാനാർത്ഥിയാണ്. കോതമംഗലത്ത് ഷിബു തെക്കുംപുറം പരാജയപ്പെടാനായിട്ടുള്ള കാരണം 2020 ആണ്. കുന്നത്തുനാടിൽ VP സജീന്ദ്രൻ പരാജയപ്പെടാനായിട്ടുള്ള കാരണം 2020 സാന്നിധ്യമാണ്. അപ്പോൾ ഈ 4 നിയോജക മണ്ഡലങ്ങളിലെ പരാജയത്തിന് കാരണമായിട്ടുള്ള 2020 UDF ഭാഗമാക്കി ചേർക്കുന്നതോടുകൂടി UDF എറണാകുളം ജില്ലയിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഈ പറഞ്ഞ 4 നിയോജക മണ്ഡലങ്ങളിലെ സീറ്റുകൾ UDF 2020 വിട്ടുകൊടുക്കുമോ? ഒരു സാധ്യതയും കാണുന്നില്ല.
കാരണം വൈപ്പിൻ മണ്ഡലത്തിൽ ഇപ്പോൾ തന്നെ KP ധനപാലനെ മത്സരിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യവുമായിട്ട് കോൺഗ്രസ് ശക്തമായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. കൊച്ചിയും കളമശ്ശേരിയും തമ്മിൽ വെച്ചുമാറിയിട്ട് കൊച്ചിയിൽ മത്സരിക്കാനായിട്ട് മുസ്ലിം ലീഗ് ഏകദേശം തയ്യാറായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൂടാതെ പിന്നെയുള്ളത് കോതമംഗലമാണ്. കോതമംഗലത്തെ സംബന്ധിച്ചിട്ട് പറയുന്ന സമയത്ത് ഷിബു തെക്കുംപുറത്തെ അവിടുന്ന് മാറ്റിക്കൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിചാരിച്ചാൽ പോലും അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ UDF പ്ലേസ് ചെയ്യപ്പെടും എന്ന് നമുക്ക് കരുതാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. പിന്നെ ഈ കുന്നത്തുനാടിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ പോസിബിളാണത്. കുന്നത്തുനാട് നിയോജക മണ്ഡലം 2020 വേണ്ടിയിട്ട് കൊടുക്കുന്നതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ കുന്നത്തുനാട് ഒരു സംവരണ മണ്ഡലമാണ്. സംവരണ മണ്ഡലത്തിൽ ശ്രീ സാബു M ജേക്കബിന് മത്സരിക്കാൻ വേണ്ടിയിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കൂടാതെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാബു M ജേക്കബ് ഒരു കാരണവശാലും ഒരു മത്സര രംഗത്തേക്ക് വരാനായിട്ടുള്ള സാധ്യതയും കുറവാണ്. അതെന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കണക്ക് കാര്യങ്ങൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരങ്ങൾ, അദ്ദേഹത്തിൻ്റെ കേസുകൾ ഇതൊക്കെ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഡിക്ലെയർ ചെയ്യാനായിട്ട് തൽക്കാലത്തേക്ക് സാബു M ജേക്കബ് തയ്യാറാകും എന്ന് നമുക്ക് കരുതാൻ വേണ്ടിയിട്ട് വയ്യ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ UDF പ്രവേശനവും 2020 സംബന്ധിച്ചിട്ട് അത്ര എളുപ്പമല്ല. കാരണം ഈ 2020 സീറ്റ് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട്. ഉദാഹരണം എറണാകുളം ജില്ല എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്കമാലി അത്യാവശ്യം വോട്ട് ബാങ്കുള്ള ഒരു സ്ഥലമാണ്. ഏകദേശം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏതാണ്ട് 12,000-ഓളം വോട്ടുകൾ 2020 നേടിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ പെരുമ്പാവൂരിൽ 2020 കൃത്യമായ സ്വാധീനമുണ്ട്. കോതമംഗലത്ത് സ്വാധീനമുണ്ട്. മൂവാറ്റുപുഴയിൽ സ്വാധീനമുണ്ട്. ആലുവയിൽ മാത്രമാണ് ചില പ്രശ്നങ്ങൾ 2020 സംഭവിച്ചിട്ടുള്ളത്. പറവൂരും വലിയ രീതിയിലുള്ളൊരു സ്വാധീനമൊന്നുമില്ല. പക്ഷേ എറണാകുളം നിയോജക മണ്ഡലത്തിലുണ്ട്, തൃക്കാക്കര നിയോജക മണ്ഡലത്തിലുണ്ട് ഏകദേശം 10-15,000-ഓളം വോട്ടുകൾ, കൊച്ചിയിലുണ്ട്, വൈപ്പിനിലുണ്ട്. അപ്പോൾ എറണാകുളം ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും 2020 ഒരു ഫാക്റ്റാണ്. അതുകൂടാതെ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകുന്ന സമയത്ത് ചാലക്കുടിയിലും അതോടൊപ്പം തന്നെ ഇരിങ്ങാലക്കുടയിലും ഒക്കെ ഒരു ശ്രദ്ധേയമായ സാന്നിധ്യമായിട്ട് മാറാനായിട്ട് 2020 പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു സീറ്റോ 2 സീറ്റോ കൊണ്ട് ഒരു കാരണവശാലും 2020 തൃപ്തിപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ഇതിനകത്ത് പ്രധാനപ്പെട്ട കുറേയധികം നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ പച്ചയ്ക്ക് പറയുന്നു ബെന്നിച്ചേട്ടനൊന്നും മത്സര രംഗത്തേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ ചാർലി പോളിന് മത്സരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ട്. അദ്ദേഹത്തെ പോലെ തന്നെ ആ പാർട്ടിക്കകത്ത് നിൽക്കുന്ന മറ്റ് പല ആളുകൾക്കും മത്സരിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അവർ നിന്ന് കഴിഞ്ഞാൽ വോട്ടുകൾ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ സീറ്റുകൾ UDF നൽകാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇവിടെ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രവർത്തകരുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള ഒരു സ്ഥലമാണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ എറണാകുളം ജില്ലയിൽ ഒരു സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്, അത് കോതമംഗലം. അത് കഴിഞ്ഞാൽ പിന്നെ പിറവം കൊടുത്തിരിക്കുന്നത് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിനാണ്. ബാക്കി വരുന്ന 12 സ്ഥലത്താണ് കോൺഗ്രസിന് മത്സരിക്കാൻ വേണ്ടിയിട്ട് അവസരമുള്ളത്. 12 അല്ല, അതിനകത്ത് ഒരെണ്ണം മുസ്ലിം ലീഗിനും പോകുന്നുണ്ട്. മുസ്ലിം ലീഗിന് കളമശ്ശേരി അല്ലെങ്കിൽ കൊച്ചി മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടി വരും. ബാക്കിയുള്ള 11 സീറ്റുകളിലാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് അവസരമുള്ളത്. കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് 11 അല്ല 110ഓളം കാൻഡിഡേറ്റുകൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ 3-ന് പുറമെ ഒരു 2 സീറ്റ് എറണാകുളം ജില്ലയിൽ 2020 കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും സാധ്യമാവില്ല. അതൊരിക്കലും പ്രാക്ടിക്കലി നടക്കില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു നില എന്ന് പറയുന്നത് 9 സീറ്റുകളിൽ മാത്രം മത്സരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാവുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ എറണാകുളം ജില്ലയിൽ പൊട്ടിത്തെറി ഉണ്ടാവും. ചില ആളുകളൊക്കെ ഇപ്പോൾ പ്രമുഖരായിട്ട് നിൽക്കുന്ന പല കോൺഗ്രസ് നേതാക്കന്മാരും തങ്ങൾക്ക് മത്സരിക്കാൻ അവസരം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ LDF സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും. ഇപ്പോൾ തൃക്കാക്കരയിലൊക്കെ ഉമച്ചേച്ചിയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഈ നീക്കങ്ങൾക്കൊക്കെ പിന്നിൽ വലിയ വലിയ ഗ്രൂപ്പുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ അവിടെ തൃക്കാക്കരയിൽ ഒരു വലിയ തർക്കമുണ്ടാക്കിയതിനു ശേഷം 2020 സ്ഥാനാർത്ഥിയായിട്ട് വേണമെങ്കിൽ കോൺഗ്രസിൽ നിന്നുള്ള ആരെങ്കിലുമൊക്കെ തന്നെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതായത് 2020 UDF സഖ്യമാവുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ വരുമ്പോഴും കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, രാഹുൽ ഗാന്ധി അടുത്ത പ്രാവശ്യം കേരളത്തിൽ വരുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയും സാബു M ജേക്കബുമായിട്ട് നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അത് തീരുമാനമായിരിക്കുന്നൊരു വിഷയമാണ്. അങ്ങനെ രാഹുൽ ഗാന്ധിയും സാബു M ജേക്കബും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ പെട്ടിട്ടുള്ള ആളുകളൊക്കെ ഏത് രീതിയിലാണ് എറണാകുളം ജില്ലയെ വിലയിരുത്തിയിരിക്കുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. അവർ വിലയിരുത്തിയിരിക്കുന്നത് 2020 വളരെ വലിയൊരു മാർജിൻ വോട്ട് ഇവിടെ ഉണ്ടെന്നും അവർ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF ഭാഗമായിട്ട് തീർന്നു കഴിഞ്ഞാൽ
UDF നില മെച്ചപ്പെടുത്തും എന്നൊക്കെയുള്ള രീതിയിലാണ് ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി വളരെ ബ്ലൈൻഡായിട്ട് തന്നെ ഇവരെ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവും. ആരെ? സാബു എം ജേക്കബിനെ UDFന്റെ ഭാഗമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകും. ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാജു അപ്സരയ്ക്ക് കായംകുളം സീറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. കാരണം വ്യവസായ സമൂഹത്തിൽ നിന്നുള്ളൊരു വലിയ പിന്തുണ, ആ പിന്തുണ മാത്രമല്ല സാമ്പത്തികമായ പിന്തുണയും അതുവഴി കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെയും സമാനമായ രീതിയിൽ തന്നെയാണ്. 2020 UDFന്റെ ഭാഗമാകുന്നതോടുകൂടി വളരെ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക സഹായം കൂടി UDFന് കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോഴും സാബു എം ജേക്കബ് എന്ന ബിസിനസ്സുകാരന് BJPയുടെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടാവും. കാരണം ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ BJPയുടെ വോട്ടും 2020യുടെ വോട്ടും കൂടി മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 2020 BJPയുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ 2020യുടെ പ്രവർത്തകർ BJP ചിലതിൽ വോട്ട് ചെയ്യുമോ എന്നൊരു സംശയം മാത്രമേ നമുക്കുള്ളൂ. പക്ഷെ BJPക്കാരെ സംബന്ധിച്ചിട്ട് അവർ 2020ക്ക് വോട്ട് ചെയ്യും. അങ്ങനെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ NDAയുടെ ഭാഗമായി തീർന്നാലും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് 2020ക്ക് സാധിക്കും. കാരണം പല സ്ഥലങ്ങളിലും 2020ക്ക് കൃത്യമായ വോട്ട് ബാങ്ക് ഉണ്ട്. ഇപ്പോൾ കുന്നത്തുനാട് എനിക്ക് 40,000-ന് മുകളിൽ വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചത്. അതോടൊപ്പം തന്നെ വൈപ്പിനിൽ, കൊച്ചിയിൽ ഒക്കെ നല്ല രീതിയിലുള്ള വോട്ട് അവർ പിടിച്ചിട്ടുണ്ട്. അപ്പം BJPയും 2020യുമായിട്ടുള്ളൊരു അലയൻസ് വന്നു കഴിഞ്ഞാൽ അതും എറണാകുളം ജില്ലയിൽ വളരെ വലിയ രീതിയിൽ, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലും കൂടി അത് പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഏതെങ്കിലും വരും ദിവസങ്ങൾ നമുക്ക് 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടൊരു ക്ലാരിറ്റി വരും. കാരണം കേരള കോൺഗ്രസ് UDFിലേക്കില്ല എന്ന് വ്യക്തമാക്കിയതോടുകൂടി സാബു എം ജേക്കബിനെ ഏത് വിധേനയും UDFന്റെ ഭാഗമാക്കാനായിട്ടുള്ള ശ്രമം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകും, KC വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നുണ്ടാകും, VD സതീഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട്. പക്ഷേ സാബു എം ജേക്കബിന്റെ തീരുമാനത്തിനൊപ്പം 2020യുടെ പ്രവർത്തകർ നിൽക്കുമോ എന്നൊരു ചോദ്യവും കൂടി അവശേഷിക്കുന്നുണ്ട് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.